ശ്രീ ജോബിച്ചൻ ജോസഫ്, പ്രിൻസിപ്പൽ, സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പ്ലാസിനാൽ. 1998 മുതൽ 2026 വരെ ഹയർ സെക്കൻഡറി അധ്യാപകനായും പ്രിൻസിപ്പലായും 28 വർഷങ്ങൾ നീണ്ട സേവനം പൂർത്തിയാക്കി ഈ വരുന്ന മെയ് 31 നമ്മുടെ ജോബിച്ചൻ സാർ പടിയിറങ്ങുകയാണ്. 2021 മുതൽ 2026 വരെ പ്ലാസിനാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നുകൊണ്ട് സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അസൂയാവഹമായ മികവ് നേടിത്തന്ന ജോബിച്ചൻ സാർ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പാഠ്യരംഗത്ത് തുടർച്ചയായി 90% അധികം വിജയം നിലനിർത്തിക്കൊണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പാലാ സബ് ജില്ലയിലും കോട്ടയം ജില്ലയിലും സംസ്ഥാന തലത്തിലും സ്കൂളിന് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് നെടുന്തൂണായി പ്രവർത്തിച്ചു. സ്കൂളും പരിസരവും ഏറെ സുന്ദരമാക്കുന്നതിന് വേണ്ടി ഗവേഷണം നടത്തിയ ഒരു പ്രിൻസിപ്പലായിരുന്നു ജോബിച്ചൻ സാർ. സ്കൂൾ മുറ്റം മണൽ വിരിച്ച് മനോഹരമാക്കി റെസ്റ്റ് റൂം കം ടീച്ചേഴ്സ് ക്ലോക്ക് റൂം നിർമ്മിച്ചു. മഴ നനയാത്ത പടവുകളും മാത്തമാറ്റിക്സ് ലാബിന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ നവീകരിച്ച ലാബും പഴയ ലാബ് ബ്ലോക്കിൻ്റെ പരിസരങ്ങൾ നവീകരിച്ചതും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ലാബ് ബ്ലോക്കിൻ്റെ വരാന്തകൾ നവീകരിച്ചതും ഇതിന് ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. മികച്ച ഒരു അധ്യാപകനായും അതിലേറെ മികച്ച ഒരു പ്രിൻസിപ്പലായും 28 വർഷങ്ങൾ സേവനം ചെയ്ത ജോബിച്ചൻ സാറിന് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അത്യന്തം ശോഭയോടെ പ്രശോഭിക്കുന്ന ഒരു പറ്റം ശിക്ഷകണം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തങ്ങളുടെ ഗുരുനാഥൻ പടിയിറങ്ങുന്ന ഈ അവസരത്തിൽ ശിഷ്യസമ്പത്തിൽ നിന്നും ഏതാനും പേര് തങ്ങളുടെ ഗുരുവിനെക്കുറിച്ചുള്ള അവരുടെ പഴയകാല ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജോബിച്ചൻ സാറെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയ കുട്ടികളെ, 2012-2013 കാലഘട്ടത്തിൽ പാലാ സെൻറ് തോമസ് സ്കൂളിൽ രാഷ്ട്രനിയമീമാംസയുമായിട്ട് കടന്നു വന്ന ജോബിച്ചൻ സാറുമായി തുടങ്ങിയ ആത്മബന്ധമാണ് ഇന്നും എനിക്കുള്ളത്. തുടർന്ന് 2022 കാലഘട്ടത്തിൽ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം പ്ലാസിനാൽ സ്കൂളിൽ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ സെൻറ് ആൻ്റണീസ് സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് ജോബിച്ചൻ സാറായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്കൂളിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ എന്ന നിലയ്ക്ക് സാറുമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അടുത്ത് ഇടപഴകുവാനും കൂടുതൽ പ്രവർത്തിക്കുവാനും സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹപ്രദമായി ഞാൻ കാണുന്നു. ഒപ്പം സാറിന് പഠിപ്പിച്ച ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ എനിക്ക് സാറിനോട് മനസ്സിൽ ഹൃദ്യമായിട്ടുള്ള ഒരു സ്നേഹവും അടുപ്പവും എന്നും കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ്. രാവിലെ പറമ്പിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിന് ശേഷം സ്കൂളിൽ വന്ന് കുട്ടികളെ വളരെയധികം കെയർ ചെയ്ത് സ്നേഹത്തോടെ പെരുമാറി ഓരോരുത്തരെയും വ്യക്തിപരമായി മനസ്സിലാക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ ഒരു ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട ജോബിച്ചൻ സാറ്. സാറ് ചെയ്യുന്ന ഒരുപാട് നന്മ പ്രവർത്തികൾ ആരും അറിയപ്പെടാതെ കടന്നു പോകുന്നുണ്ടെന്നുള്ളതും തീർച്ചയാണ്. ബഹുമാനപ്പെട്ട ജോബിച്ചൻ സാറിൻ്റെ ഈ റിട്ടയർമെൻറ്റ് ദിനത്തിൽ സാറിന് എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും ഹൃദ്യമായിട്ട് ആശംസിക്കുകയാണ്. വൈദികരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും ഹൃദയപൂർവ്വം ബഹുമാനപ്പെട്ട ജോബിച്ചൻ സാറിന് നേരുന്നു. താങ്ക് യു. 1998 സെപ്റ്റംബർ മാസത്തിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു +2 അധ്യാപകനായി ഞാൻ കടന്നു ചെന്നപ്പോൾ 12 പേർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായി, ഒരു സഹോദരനായി, അതിലുപരി എനിക്കൊരു മാർഗദർശിയായി ലഭിച്ച ഒരു ശ്രേഷ്ഠ അധ്യാപകനായിരുന്നു ശ്രീ ജോബിച്ചൻ സാർ. ബോയ്സ് മാത്രം ഉൾപ്പെടുന്ന പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ അച്ചടക്കം നന്നായി നിലനിർത്തിക്കൊണ്ട് തന്റെ സബ്ജക്ട് ഏറ്റവും നന്നായി പഠിപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു ജോബിച്ചൻ സാർ.
തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും പകർന്നു നൽകുവാനും തനിക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ ആരോടും സംശയം ചോദിച്ച് മനസ്സിലാക്കുവാനും പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ ജോബിച്ചൻ സാർ. കുട്ടികളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുവാനും അവരുടെ പേരൻസിനെയും കൃത്യമായി മനസ്സിലാക്കുവാനും അതുപോലെ പുതുതായി എത്തുന്ന ബാച്ചിൽ ഒരു ദിവസം ചെന്ന് കുട്ടികളെ പരിചയപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം അതിൽ ഓരോ കുട്ടിയും പേരെടുത്ത് വിളിച്ച് അവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുവാൻ ജോബിച്ചൻ സാറിന് നല്ല കഴിവുണ്ടായിരുന്നു. ഒരു പ്രിൻസിപ്പളായപ്പോൾ അധ്യാപകരെയും അതുപോലെ വിദ്യാർത്ഥികളെയും നന്നായി നിയന്ത്രിക്കുന്നതിനും തന്റെ സബ്ജക്ട് കൃത്യമായി ക്ലാസ്സിൽ വീണ്ടും അവതരിപ്പിക്കുന്നതിനും ജോബിച്ചൻ സാറിന് സാധിച്ചിരുന്നു. സഭയോടും സ്കൂളിനോടും ഒത്ത് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോബിച്ചൻ സാർ. 56-ാം വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന സർക്കാർ നിയമം അനുസരിച്ച് സാർ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നു. നമുക്കറിയാം, റിട്ടയർ ചെയ്യാനുള്ള ഒരു പ്രായം ശരിക്കും ജോബിച്ചൻ സാറിന് ആയോ എന്ന് നമുക്ക് സംശയമുണ്ട്. വളരെയധികം ഊർജ്ജം ഉള്ളിൽ വെച്ചിട്ടാണ് സാർ റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർമെന്റ് ലൈഫിൽ സഭയ്ക്ക് വേണ്ടിയും തന്റെ സമൂഹത്തിന് വേണ്ടിയും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ഊർജ്ജം സാറിന് പ്രചോദകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാറിന്റെ റിട്ടയർമെന്റ് ലൈഫിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അതുപോലെ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഹലോ ജോബിച്ചൻ സാർ, നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാറ് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്ന് ഞാൻ വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. സാറിന് ഇതൊന്നും ഞെട്ടലൊന്നുമല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ സാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 10-25 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. അതായത് 1998-2000 ബാച്ച് +2 ബാച്ചിലെ പാലാ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫസ്റ്റ് ബാച്ചുകാരനാണ്. അതായത് സാറിൻ്റെയൊക്കെ ടെസ്റ്റീവ് ശിശു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഞങ്ങളിലൂടെയാണ് സാറ് സർവീസ് ആരംഭിച്ചത് എന്ന് അഭിമാനത്തോടെ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നു. ഏതായാലും സാറിൻ്റെ ഇത്രയും വിലയേറിയ കാലഘട്ടം വളരെ മനോഹരമായിട്ട് സാറ് തീർക്കുന്നു എന്നും എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം എല്ലാ ദൈവാനുഗ്രഹങ്ങളും സാറിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജോബിച്ചൻ സാർ ഭരണങ്ങാനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായും പ്രിൻസിപ്പാളായും പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തെ നന്ദിയോടെ ഓർക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ രസകരമായി ക്ലാസുകൾ നയിക്കുന്ന സാറിന്റെ പ്രവർത്തന രീതിയും സാറിനെ കുട്ടികളുടെ പ്രിയങ്കരനാക്കി മാറ്റിയിരുന്നു. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിനോടുള്ള സാറിന്റെ കാരുണ്യം പ്രത്യേകം എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഒരു ഉത്തമ കർഷകനായ ജോബിച്ചൻ സാർ തന്റെ കാർഷിക വിഭവങ്ങൾ ഒരു മടിയും കൂടാതെ സ്റ്റാഫ് റൂമിലെത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിദത്തമായ തേൻമധുരം ഞങ്ങളുടെ ഓർമ്മയിൽ എന്നുമുണ്ട്. സാറിന്റെ ഭാവി ജീവിതം മധുരതരമാകട്ടെ. പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. എൻ്റെ പേര് ആൻമരി അമൽ. ജോബിച്ചൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. 2018-2020 കാലഘട്ടത്തിൽ ഭരണങ്ങാനത്ത് സാറ് പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് ഞാൻ അവിടെ സയൻസ് ബാച്ചിൽ പഠിക്കുന്നുണ്ടായിരുന്നു. സാറ് എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്നിരുന്നാലും പ്രിൻസിപ്പൾ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സാറ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറുമായിട്ട് അതുപോലെ ഒരു ആത്മാർത്ഥ ബന്ധമുണ്ട്. എന്ത് കാര്യം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സാറിന്റെ അടുത്ത് ചെന്ന് പറയാനുള്ള ഒരു സൗഹൃദ വലയം സാറുമായിട്ടുണ്ടായിരുന്നു. സാറിക്കുള്ള റിട്ടയർ ആവുകയാണ്. സാറിന്റെ ഇനി മുന്നോട്ടുള്ള റിട്ടയർ ജീവിതം ഭയങ്കര ഭംഗിയാവട്ടെ. എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഡോണ ബിജു. ഞാൻ സെന്റ് ആന്റണീസ് HSSലെ 2022-24 വർഷ ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ജോബിച്ചൻ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എല്ലാ ദിവസവും രാവിലെ പ്രസന്റായി ഒരു ചെറു ചിരിയോടെ എല്ലാ വിദ്യാർത്ഥികളെയും നോക്കി നിൽക്കുന്ന സാറിൻ്റെ മുഖമാണ്. പ്രിൻസിപ്പൾ എന്ന നിലയിലും അതിനേക്കാൾ ഉപരി ഒരു നല്ല അധ്യാപകൻ എന്ന നിലയിലും ഉള്ള സാറിൻ്റെ ഡെഡിക്കേഷനും ആത്മാർത്ഥതയും എന്നെ സ്വാധീനിച്ച 2 ഘടകങ്ങളാണ്. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾക്കപ്പുറം ഒരു നല്ല വ്യക്തിയായി സമൂഹത്തിന് നല്ലത് ചെയ്യാൻ പ്രാപ്തരാക്കിയാണ് സാറ് ഞങ്ങളെ ഓരോരുത്തരെയും ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറക്കിയത്. നീണ്ടകാലത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം വിരമിക്കുന്ന ജോബിച്ചൻ സാറിന് എല്ലാവിധ നന്മകളും നേരുന്നതിനോടൊപ്പം സാറ് ഞങ്ങൾക്ക് നൽകിയ കരുതലും സ്നേഹവും 10 മടങ്ങായി സാറിന് തിരികെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തന്റെ ബോധ്യങ്ങൾ ഉറച്ചു നിന്ന് കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും ലക്ഷ്യങ്ങൾ നേടിയെടുത്ത ജോബിച്ചൻ സാർ
കഴിഞ്ഞ 5 വർഷങ്ങളായി പ്ലാസ്നൽ സ്കൂളിന്റെ മുഖമായിരുന്നു. തന്റെ സ്കൂളിലെ ഓരോ കുട്ടിയെയും പേര് ചൊല്ലി വിളിക്കുന്ന സാർ ഒരേ സമയം വിദ്യാർത്ഥികളോടും സഹ അധ്യാപകരോടും നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചു. സ്കൂളിന് നൽകിയ വിലപ്പെട്ട സേവനങ്ങൾ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് സാറിന്റെ ഭാവി ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു. സാർ ഈ സ്കൂളിൽ പതിപ്പിച്ച വിജയമുദ്രകൾ എന്നും മായാതെ നിലനിർത്തുവാൻ സാധിക്കട്ടെ.